Hello everyone, welcome back to my YouTube channel. അപ്പോൾ ഞാൻ കുറേ നാളായി ഒരു വീഡിയോ ചെയ്തിട്ട് ഞാൻ ലാസ്റ്റ് ടൈം എൻ്റെ കോളേജിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യുന്നൊരു വീഡിയോ ചെയ്തു. അതിനകത്ത് റെസ്പോൺസൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് കുറേ പേര് കുറേ ഡീറ്റെയിൽസ് വീണ്ടും ചോദിക്കുന്നുണ്ട്. പക്ഷേ അതെൻ്റെ ഒരു ലിമിറ്റേഷനാണ്. ദാറ്റ് എനിക്ക് അത്രയും കാര്യങ്ങളെ അറിയുള്ളൂ, എനിക്ക് അത്ര ഇൻഫർമേഷനെ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനത് എൻ്റെ മാക്സിമം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കുറേ മെസ്സേജസ് വരുന്നുണ്ട്, പക്ഷേ അതൊന്നും എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തതിന് കാരണം എനിക്ക് അറിയാത്തതുകൊണ്ടാണ്. എനിക്ക് അറിയാത്ത കാര്യങ്ങളെപ്പറ്റി എനിക്ക് നിങ്ങളോട് പറഞ്ഞു തന്ന് നിങ്ങളെ മിസ്ലീഡ് ചെയ്യുന്ന ഒട്ടും ശരിയല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 2 സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ഒരേ സമയത്ത് വന്നു. രണ്ടും 2 ബ്രാൻഡായിരുന്നു. എന്നാലും അത് എന്തോ സംഭവം അത് രണ്ടും ഒരുമിച്ചായിരുന്നു വന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് എന്താണ് ഞാൻ ഓർഡർ ചെയ്തതെന്നും എന്താണ് വന്നതെന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചെറിയ വിഷമം നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചു. യൂഷ്വലി ഈ ഒരു സമയത്ത് ഇതിപ്പോൾ ഒരു 3:45 ടൈമാണ്. ഈ ഒരു സ്ഥലത്ത് എല്ലാ ദിവസവും മിക്കപ്പോഴും നല്ല വെയിലും ഒക്കെയാണ്. ഒരു സൺ കിസ്ഡ് ഫോട്ടോസും വീഡിയോസും നമുക്ക് എല്ലാ ദിവസവും എടുക്കാം. പക്ഷേ ഇന്ന് ഞാനൊരു വീഡിയോ എടുക്കാൻ തീരുമാനിച്ചതും മഴയൊക്കെ പെയ്യാൻ തുടങ്ങുന്നു. എനിക്ക് ഐ ഡോണ്ട് നോ വൈ വാട്ട് ഐ ഡിഡ് ടു ഡിസേർവ് ദിസ്, ബട്ട് ഇന്നിപ്പോൾ അങ്ങനെയാണ്. ഇനിയിപ്പോൾ ഞാൻ കുറച്ചൊരു ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ക്യാമറ ഇങ്ങനെ സെറ്റപ്പ് ചെയ്ത് നോക്കുമ്പോൾ നല്ല സൺകിസ്റ്റായിട്ട് ഇങ്ങനെ ഞാൻ ഇങ്ങനെയൊക്കെ ഇരുന്ന നല്ല ഗ്ലോ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തോ എല്ലാം പോയി. കുഴപ്പമില്ല, എനിവേസ് നമ്മൾ തുടങ്ങി വെച്ച സ്ഥിതിക്ക് തീർക്കാം. അപ്പോൾ ഫസ്റ്റ് പാക്കേജസ് ഫ്രം നൈക്ക. നൈക്കയിൽ നിന്ന് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമുണ്ട്. നൈക്കയിൽ നമ്മളൊരു സാധനമല്ല, ഒരു 5-6-8 സാധനം ഓർഡർ ചെയ്താലും അവരതൊക്കെ ഒരു ചെറിയ പെട്ടിയിലായിട്ട് അയക്കും. നമ്മളെന്തെങ്കിലും വാങ്ങിച്ചെന്ന് തോന്നിക്കണ്ടേ. അപ്പോൾ ഒരു കുറേ സെപ്പറേറ്റ് ബോക്സായിട്ട് അയക്കുന്നത് എനിക്കിഷ്ടം. പക്ഷേ ഇവർ ഇങ്ങനെയാണ് ചെയ്യാറ്. ഇതിനകത്തൊരു 5 സാധനങ്ങൾ എന്തുണ്ട്, 4-5 സാധനങ്ങൾ എന്തുണ്ട്. എന്നിട്ട് അവർ അയ്യോ എൻ്റെ അഡ്രസ്സ് കാണാമല്ലേ, നിങ്ങളാരും എൻ്റെ അഡ്രസ്സൊക്കെ തപ്പിപ്പിടിച്ച് എന്നെ ഒന്നും ചെയ്യല്ല. ഞാൻ പിന്നെ വാങ്ങിയത് പാരഡൈസ് എന്നാണ്. പാരഡൈസ് ഒരു ഹെയർ കളർ ബ്രാൻഡാണ്. അറിയായിരിക്കും, നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. ഇവിടെ ഞാൻ കുറച്ച് ഒരു സെമി പെർമനൻ്റ് ആണെന്ന് പറയാം. അങ്ങനെ ഒരു ഹെയർ കളർ ഞാൻ ഓർഡർ ചെയ്തു. തിങ്സ് എൻ്റെ ലൈഫിൽ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ഇൻകൺവീനിയൻസ് ഉണ്ട്, എനിക്ക് അപ്പോൾ തന്നെ എൻ്റെ പേഴ്സണാലിറ്റി എൻ്റെ ലുക്കൊക്കെ മാറ്റണം. അയ്യോ അല്ല, ഇത് ആക്ച്വലി ഞാൻ എനിക്ക് വേണ്ടി ഒരു ചെറിയ ഗിഫ്റ്റായിട്ട് കൂടെ വാങ്ങിയ കുറച്ച് സാധനങ്ങൾ. അതുകൊണ്ട് ഞാൻ കുറച്ചധികം എക്സൈറ്റഡ് ആണ് ഇന്ന്. സോ എന്താ നമ്മുടെ ദിസ് ദ ഫസ്റ്റ്. അതിനകത്ത് 2 പ്രോഡക്റ്റ്സ് ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, ഇതിനകത്ത് 4 എണ്ണം ഉണ്ട്, 4 പ്രോഡക്റ്റ്സ് ഉണ്ട്. ഇത് ആക്ച്വലി ഒരു അണ്ടർ ആം റോളോണാണ് നിവിയുടെ. എൻ്റെ ഇത് ഓൾമോസ്റ്റ് കഴിയാറായിരുന്നു. അപ്പോൾ ഞാൻ പുതിയതൊരെണ്ണം എന്തായാലും വാങ്ങണമല്ലോ, അപ്പോൾ ഞാൻ അങ്ങ് വാങ്ങിച്ചു. ഇതിൻ്റെ ലൈക്ക് സെൻറ്റ് അത്യാവശ്യം നല്ല ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് ഒരെണ്ണം എനിക്ക് ഓൾറെഡി ഉണ്ട്. ഇത് മറ്റേത് കഴിയാറായി. അപ്പോൾ ഞാൻ ഒട്ടും നേരത്തെ വാങ്ങിച്ചു വെക്കാം, ഇത് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ടല്ലോ. ഇനിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇച്ചിരി എക്സൈറ്റഡ് ആണ്. കാരണം ഇതെല്ലാം ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തിരുന്ന സാധനങ്ങളാണ്. ഫസ്റ്റ് വൺ ഇത് ആക്ച്വലി ഒരു ഫ്രീ ഗിഫ്റ്റാണ്. ബ്യൂട്ടി ഓഫ് ജോസോൻ്റെ സൺസ്ക്രീൻ. ഞാൻ ഇതെന്തൊക്കെയോ വാങ്ങിച്ചു. ഇതെല്ലാം വാങ്ങിച്ചപ്പോൾ കിട്ടിയൊരു ഫ്രീ ഗിഫ്റ്റ്. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അതെന്താ അവരങ്ങനെ ചെയ്ത് കുറച്ചുകൂടെ ആക്കായിരുന്നു. അയ്യോ, ഇത് ഫോക്കസ് ഒന്നും ആവില്ല. ഓക്കെ, എനിവേസ് ഇത് ഞാൻ ട്രൈ ചെയ്തിട്ട് നല്ലതാണെന്ന് പറയാം. നല്ലതായിരിക്കും. നെക്സ്റ്റ് ഈ ഒരു ഫ്ലിക്ക പ്രൊഫഷണലിൻ്റെ ഇവർക്കൊരു മോയ്സ്ചറൈസർ, മോയ്സ്ചറൈസർ ആൻഡ് പ്രൈമറാണ്. എൻ്റെ പേര് സിൽക്ക് ടച്ച് മിൽക്ക് ക്രീം എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ആട്ടോ. ഇത് ആക്ച്വലി ഇൻ്റർനെറ്റ് കൺവിൻസ്ഡ് മീ ടു ബൈ ദിസ്. ഐ വാസ് ഇൻഫ്ലുവൻസ്ഡ് ഇൻ ടു ബൈയിങ് ദിസ്. കാരണം കുറേ വീഡിയോസ് കണ്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. പക്ഷേ ഇത് ഇത്ര ഉള്ളൂ കേട്ടോ. ഇത് കുഞ്ഞിതാണ്, കണ്ടോ. ഇത് വീഡിയോയിൽ കാണുന്ന അത്രയൊന്നും ഇല്ല. ഞാൻ വിചാരിച്ചു നല്ല വലിയ അല്ല, കുഞ്ഞിതാണ്, കുറച്ചേ ഉള്ളൂ. ഒരു ചെറിയ സാധനം യൂസ് ചെയ്തിട്ട് നോക്കാം. ഞാൻ വീഡിയോസൊക്കെ കണ്ടപ്പം എല്ലാവരും ഭയങ്കര നല്ല എല്ലാവരും നല്ല റിവ്യൂസാണ് പറയുന്നത്. അപ്പോൾ ഞാനും എന്തായാലും യൂസ് ചെയ്തിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. വിഷ് മീ ലക്ക് ഗൈസ്. ഇത് ഈ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ മേക്കപ്പ് കുറച്ച് ഡൂയി ഫിനിഷ് നന്നായിട്ട് കിട്ടാൻ. വെയിൽ വന്നു കേട്ടോ. കുഴപ്പമില്ല, പക്ഷെ അത്രയ്ക്കൊന്നും വന്നില്ല. കുഴപ്പമില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ഞാൻ പൈസ കൊടുത്ത് നൈക്കിയിൽ നിന്ന് വാങ്ങിയതായതുകൊണ്ട് കുറച്ച് വിഷമമുണ്ട് ഇത്രയും കുഞ്ഞൊരു സാധനം വന്നതിൽ. പക്ഷെ കുഴപ്പമില്ല, ഞാൻ എന്തായാലും യൂസ് ചെയ്തിട്ട് ഐ ലെറ്റ് യു ഗൈസ് നോ. ഇത് ആക്ച്വലി ഇതും ഒരു സൂപ്പർ വൈറൽ പ്രോഡക്റ്റ് ആയിരുന്നു. മേബ്ലിൻ്റെ ടെഡി ടിൻറ്റ്.
ഞാൻ വാങ്ങിയത് എനിക്ക് കുറച്ച് നാളായിട്ട് കുറേ നാളായിട്ട് ഇനി ഇത് വാങ്ങണമെന്നുണ്ടെന്ന്, പക്ഷെ പറ്റിയില്ല. ബിക്കോസ് ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണിത്. ഇത് 749 എക്സ്പെൻസീവ് ആണിത്. എനിക്ക് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഞാൻ ദിസ് ഇസ് ഇൻ ദ ഷെയ്ഡ് വൈൽഡ് അറ്റ് ഹാർട്ട്. പൊടിയൊക്കെ പിടിച്ചിരിക്കുന്നു. എന്താ ഇതായിരുന്നു എൻ്റെ ഈ ഒരു പർച്ചേസിലെ ഏറ്റവും എക്സ്പെൻസീവ് പ്രോഡക്റ്റ്. ഞാൻ എനിക്കായിട്ട് വാങ്ങിയതല്ല. ഐ ഗോട്ട് ദിസ് ഫോർ മൈ സിസ്റ്റർ ബിക്കോസ് പുള്ളിക്കാരിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ ഇത് ഓർഡർ ചെയ്തിട്ട് കുറച്ച് ദിവസമായിരുന്നു. 29th എന്തോ ഞാൻ ഓർഡർ ചെയ്ത്, ഇന്ന് 6th ആയി. അപ്പോൾ നാളെ വരും എന്നാണ് അവർ പറഞ്ഞത്. ബിക്കോസ് ഡിലേ ആയിട്ട് ആക്ച്വലി 4th വരേണ്ടതായിരുന്നു, 7th ആക്കി അവർ ഡിലേ ആയപ്പോൾ. അപ്പോൾ ഞാൻ ആക്ച്വലി കുറച്ച് ദേഷ്യപ്പെട്ടു പക്ഷേ ഞാൻ എന്നോട് തന്നെ ദേഷ്യപ്പെട്ടു. എനിക്ക് അവർ പോയിട്ട് ദേഷ്യപ്പെടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ആ ദേഷ്യമൊക്കെ പിടിച്ചടക്കി ഇനി ഇരിക്കുമായിരുന്നു. ഇന്ന് കറക്റ്റ് രാവിലെ ഞാൻ എണീറ്റപ്പോൾ തന്നെ എനിക്ക് ബ്ലൂ ഡാർട്ടിൽ നിന്ന് കോൾ വന്നു. അപ്പം ഞാൻ എന്തായാലും പറഞ്ഞു ഓക്കെ കൊണ്ടുവന്നോ എന്ന് പറഞ്ഞു. നാളെ വന്നു. സോ ഇത് നിക്സിൻ്റെ ആണ് കേട്ടോ. നിക്സിൻ്റെ ഇത് കുറച്ച് ഇതും എനിക്ക് കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു, പക്ഷേ കുഴപ്പമില്ല, ബർത്ത്ഡേ ഗിഫ്റ്റ് അല്ലേ. നിക്സിൻ്റെ ഹൈഡ്രേറ്റിംഗ് ഗ്ലോ സിറം ആണ്. ഇതൊരു സിറമാണ്, ലിപ് സിറം. ഓക്കെ, ഞാൻ ഇതിൻ്റെ വീഡിയോസോ ഇതിൻ്റെ റിവ്യൂസോ ഒന്നും കാണാണ്ട് വാങ്ങിയതാണ്. ഇത് എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് നിക്സിൻ്റെ ഇത് കണ്ടു. ഇതിൻ്റെ പാക്കേജിങ് നല്ല ക്യൂട്ടായിട്ട് തോന്നി. അപ്പോൾ ഞാൻ എന്തായാലും വാങ്ങിച്ചു നോക്കാം. ചേച്ചിയുടെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ ഞാൻ ഒരു നല്ല അനിയത്തിയും സ്നേഹമുള്ള അനിയത്തിയൊക്കെ ആയതുകൊണ്ട് ഞാൻ ഓർത്തു ഇത് വാങ്ങിക്കൊടുക്കാമെന്ന്. എനിവേസ് ഞാനത് വാങ്ങിച്ചു. ഇനിയിപ്പം എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. സോ നെക്സ്റ്റ് ഇസ് പാരഡൈസിൻ്റെ ഇത് ആക്ച്വലി ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. കാരണം ഇത് ആക്ച്വലി എൻ്റെ ഹെയറിൻ്റെ കാര്യമൊക്കെ ഒന്ന് തീരുമാനിക്കുന്നതായതുകൊണ്ട് ഞാൻ നാളെ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇത് എന്തായാലും ഞാൻ ട്രൈ ഓൺ ചെയ്യുമായിരിക്കും. നാളേക്ക് ആകുമ്പോഴത്തേക്ക് എനിക്ക് ബിക്കോസ് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് കുറേ നാൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. സോ ഞാൻ കുറച്ച് അഗ്രസീവായിട്ട് പാക്കേജസൊക്കെ ഓപ്പൺ ചെയ്യുന്ന ആളാണ്. എനിക്ക് എസ്തെറ്റിക്കായിട്ട് അറിയില്ല. ഓക്കെ, ഇങ്ങനെയുണ്ട്. ഓക്കെ, സോ വന്നിട്ടുണ്ട് സംഭവം. ഇതാണ്. അപ്പോൾ ഇത് പാരഡൈസിൻ്റെ ഗ്ലോസി ഹെയർ ടിൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു റേഞ്ചിൽ വരുന്ന ഹെയർ കളറാണ്. ആൻഡ് ഞാൻ വാങ്ങിയത് റെഡ് പേർപ്പിൾ ബെറി പ്ലം എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാട്ടോ. കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് പാരഡൈസിൻ്റെ ലൈക്ക് ഹെയർ കളർ യൂസ് ചെയ്തിട്ട് ഭയങ്കര നല്ല റിസൾട്ട്സ്. ഇതാണെങ്കിൽ ഫോർ എവർ പെർമനൻ്റ് അല്ലല്ലോ. അപ്പം നമുക്ക് ഒരു 15 to 20 വാഷസ് അതിനകത്ത് പറയുന്നത്. അന്നേരത്തേക്കും പോവും. ഇത്രയും മതിയായിരിക്കും, ഒരു പാക്ക് മതിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഞാൻ വിചാരിച്ചതിനേക്കാളും കുറച്ചുകൂടെ ക്വാണ്ടിറ്റി ഉണ്ടെന്നാണ് തോന്നുന്നത്. ഫസ്റ്റ് തന്നെ ഒരു ബ്രഷ്, ഒരു കൊള്ളാം. ഇത് നമ്മുടെ ഹെയർ കളർ അപ്ലൈ ചെയ്യാനായിരിക്കും. ഇനി ഇത് ക്രീം ഡെവലപ്പർ. ഇതാണ് കളർ ക്രീം. സോ ഇതാണ് കളറ്. ഇതാണ് കളറ്. ഓക്കെ, സോ ഇതിനകത്തുനിന്നായിരിക്കും കളറ് വരുന്നത് അല്ലേ. ഓക്കെ, സോ പിന്നെ ഉള്ളത് ഇത് ഷാംപൂ. നമ്മൾ കളർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഷാംപൂ. കൊള്ളാം. കണ്ടീഷണർ ആൻഡ് യൂസർ മാനുവൽ. അതിനകത്ത് ഹൗ ടു യൂസ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു ന്യൂസ് പേപ്പർ പോലൊരു സാധനം അവർ തന്നിട്ടുണ്ട്. നമുക്കിത് വായിക്കാം. ഈ വീഡിയോ ഞാൻ ഇന്നലെ എടുത്ത വീഡിയോയുടെ ഇടയ്ക്കായിരിക്കും ഇടുന്നത്. കാരണം ഇന്നലെ വീഡിയോ എടുത്തപ്പോൾ ഞാൻ പാരഡൈസിൻ്റെ ഒക്കെ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം കൂടെ വന്ന ഒരു എക്സൈറ്റ്മെൻറ്റിലാണെന്ന് തോന്നുന്നു. എനിക്ക് വേറൊരു സാധനം കൂടെ വരാനുണ്ടെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. അത് ഞാൻ പാരഡൈസിൽ നിന്ന് 2 ഹെയർ കളർ ഓർഡർ ചെയ്തു. പക്ഷേ ഇന്നലെ ഒരെണ്ണമാണ് വന്നുള്ളൂ. അത് ഞാൻ കംപ്ലീറ്റ് മറന്നുപോയി വീഡിയോ എടുക്കുമ്പോഴൊക്കെ. എന്നിട്ട് ഞാൻ രാത്രി എപ്പോഴാണ് ഇത് ഓർത്തത്. അപ്പോൾ ലൈക്ക് ട്രാക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇന്ന് ഔട്ട്ഫിറ്റ് ഡെലിവറി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് കോളും വന്നു കുറച്ച് മുന്നേ. ഏതായാലും നെക്സ്റ്റ് സെക്കൻഡ് കളറും വന്നു. ഇതാണ് ആ കളറ്. ഇത് പാരഡൈസിൻ്റെ ഗ്ലോസി ഹാറ്റിൻ്റെ തന്നെ. ദിസ് ഇൻ ദ ഷെയ്ഡ് എസ്പ്രസോ ബ്രൗൺ എന്ന് പറഞ്ഞൊരു കളറാണ്. എനിക്ക് ഇന്നലെ വന്നത് ബെറി പ്ലം എന്ന് പറഞ്ഞിട്ടൊരു പേർപ്പിൾ ഷെയ്ഡ്. അപ്പം അത് വന്നപ്പോൾ ഞാനത് കണ്ടപ്പോൾ അത്രയും കുഴപ്പമില്ലായിരിക്കും എന്ന് വിചാരിച്ചേ. പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഇതെങ്ങാനും കോളാവോ, ലൈക്ക് നല്ല പ്രോപ്പർ പേർപ്പിളാണ്. അപ്പോഴേ ഞാൻ ഓർത്തത് ഇത് മാത്രമല്ലോ ഞാൻ ഓർഡർ ചെയ്ത്. ആ സമയത്താണ് എനിക്ക് ഈ ഒരു ഹോൾ സിറ്റുവേഷൻ ഓർമ്മ വന്നത്. ആ കളറും ഈ കളറും മിക്സ് ചെയ്ത് ഒരു കളറാക്കി അത് എൻ്റെ തലമുടിയിലടിക്കാൻ. ഇനിയിപ്പോൾ എന്തായാലും 1 മാസത്തോളം എവിടെയും പോകുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു
ഇപ്പം കളറൊന്നും ശരിയല്ലെങ്കിലും കുഴപ്പമില്ല, വീട്ടിലിരിക്കുമല്ലേ, ആരും കാണുന്നില്ലല്ലോ, ആരും ജഡ്ജ് ചെയ്യില്ല. അപ്പോൾ ഇന്നലെ ഞാൻ അൺബോക്സ് ചെയ്തപ്പോൾ 2 ഗ്ലൗസ് ഉണ്ടായിരുന്നു ആ പാക്കേജിൽ. അത് ഞാൻ കാണിച്ചില്ല, അത് എവിടെയോ ഇങ്ങനെ തുറന്ന് വന്നപ്പോൾ എവിടെയോ പോയി, അത് കാണിക്കാൻ പറ്റിയില്ല. പക്ഷെ ദാറ്റ് വാസ് ഇൻ ദ പാക്കേജ് ആക്ച്വലി. ഇതിനകത്തും ഉണ്ടാവും. അപ്പോൾ ഇത് ഞാനിപ്പം 2ൻ്റെയും ഹാഫ് എടുത്തിട്ടായിരിക്കും അപ്ലൈ ചെയ്യണേ. ഞാൻ ഇത് അയ്യോ എൻ്റെ മുടിയൊക്കെ ഭയങ്കര, ഞാൻ മുടിയൊന്നും സ്ട്രെയിറ്റ് ചെയ്യാറില്ല, വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ. ബട്ട് യെസ്, ഐ ലെറ്റ് യു ഗൈസ് നോ എങ്ങനെയുണ്ടെന്ന്. യെസ്, അത്രേ ഉള്ളൂ. ബാക്ക് ടു ദ റെസ്റ്റ് ഓഫ് ദ വീഡിയോ. അയ്യോ, അൺബോക്സ് ചെയ്തൊക്കെ എല്ലാം കഴിഞ്ഞപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് അങ്ങ് പോയപ്പോൾ ഒരു വിഷമം. സോ ഓൺ എ സീരിയസ് നോട്ട്, താങ്ക് യു സോ മച്ച് യു ഗൈസ് ഫോർ വാച്ചിങ്. ഇവിടം വരെ നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ദ വേൾഡ് ടു മീ. താങ്ക് യു സോ മച്ച്. ആൻഡ് യെസ്, ഞാൻ ഇനിയും ഒരു 2 മാസം വല്ലതും കഴിഞ്ഞ് വേറൊരു വീഡിയോ എന്തെങ്കിലും കോണ്ടൻറ്റ് കിട്ടുവാണെങ്കിൽ ഞാൻ ആ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അതുവരെ സ്റ്റേ ട്യൂൺ ഫോർ മോർ, ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.